ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 3 53ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സിൻ്റെ ഒന്ന് എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങളെ പറഞ്ഞു വിശ്വസിക്കുന്നില്ല, നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ചുരുത്തുരുക്കത്തിന് കാണിക്കുന്നത് റൂക്കിക്ക് എന്തോ സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റൂക്കിക്ക് മനസ്സിലാകുകയാണ് റെഞ്ചിക്ക് എന്തോ കാര്യമായിട്ട് പറ്റി. അങ്ങനെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെയായി ക്യാപ്റ്റൻ ഇച്ചിമാറു വരികയാണ്. വന്നുടനെ തന്നെ ഒരു ഡെവിളിനെ പോലെ ചിരിക്കുകയാണ് ക്യാപ്റ്റൻ ഇച്ചിമാറു. ഇച്ചിമാറുവിൻ്റെ ചിരി കണ്ടതുകൊണ്ട് തന്നെ റൂക്കിക്ക് എന്തോ ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ നമ്മുടെ റൂക്കി ആണെങ്കിൽ ഗിന്നിച്ചിമാറുവിനെ ആദ്യമായിട്ട് കണ്ട സംഭവം ആലോചിക്കുന്നു. ഗിന്നിച്ചിമാറുവിൻ്റെ ചിരി ഒരു ഇറിറ്റേഷൻ പോലെയായിരുന്നു അന്ന് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നത്. റൂക്കിയന്റെ ചുറ്റും ഒരു പാമ്പ് വന്നിട്ട് പിടിച്ച് മുറുക്കുന്നത് പോലെയായിരുന്നു റൂക്കിയക്ക് തോന്നിയിരുന്നത്. പിന്നീട് കാണിക്കുന്നത് പ്രസന്റ് ആണ്. റൂക്കിയെ ചോദിക്കുകയാണ്, ഹേ ക്യാപ്റ്റൻ, നിങ്ങൾ മാത്രം എന്തുവാണ് ഇവിടെ ചെയ്യുന്നത്? ബാക്കിയുള്ള ക്യാപ്റ്റൻസ് എല്ലാം എക്സിക്യൂഷൻ നടക്കുന്ന സ്ഥലത്താണല്ലോ എന്ന്. റൂക്കിയ, നീ ഇപ്പം എന്നെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നീ ഇപ്പം റെഞ്ചിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. കാരണം റെഞ്ചിക്ക് ഇപ്പം വലിയ ഒരുപാടധികം മുറിവുകൾ കാരണം മരിക്കാറായിട്ട് കിടക്കുകയാണ്. ഇത് കേട്ടോടെ തന്നെ നമ്മുടെ റൂക്കിയ നല്ല രീതിയിൽ തന്നെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഹേ റൂക്കിയ, നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കുകയാണെങ്കിൽ എനിക്ക് നിന്നെയും അതുപോലെ തന്നെ റെഞ്ചിനെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഗിന്നിച്ചിമാറു പറയുകയാണ്. ഇത് കേട്ടുടനെ തന്നെ നമ്മുടെ റൂക്കിയ ഒന്ന് ഞെട്ടുന്നുണ്ട്. ശരിക്കും പറയുന്നതാണോ എന്ന് നമ്മുടെ റൂക്കിയ മനസ്സിൽ വിചാരിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിമാറു ഒരു ഡബിൾ സ്മൈലും ചിരിച്ചിട്ട് റൂക്കിയുടെ അടുത്തേക്ക് വന്നിട്ട് റൂക്കിയുടെ തലയിൽ തൊട്ടിട്ട് പറയുകയാണ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ ഇപ്പോൾ അങ്ങനെ രക്ഷിക്കാൻ പോകുകയാണെന്ന് പറയട്ടെ? ബൈ ബൈ റൂക്യ, എനിക്ക് കുറച്ച് പരിപാടികളുണ്ടെന്ന് പറയട്ടെ അവിടെ നിന്ന് പോവുകയാണ്. നടന്ന കാര്യങ്ങളും കൂടെ എല്ലാം കൂടെ ആലോചിച്ച് നമ്മുടെ റൂക്യ മനസ്സിൽ വിചാരിക്കുകയാണ്, ക്യാപ്റ്റൻ ഇച്ചിമാറു ഇതുവരെയായിട്ടും തൻ്റെ ഫീലിങ്സ് പുറത്ത് കാണിച്ചിട്ടില്ല. 24 മണിക്കൂറും 45 സെക്കൻഡും അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും എന്ന് നമ്മുടെ റൂക്യ വിചാരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ക്യാപ്റ്റൻ സെറാക്കിയും അതുപോലെ തന്നെ ബാക്കി 2 ക്യാപ്റ്റൻസും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെറാക്കി നല്ല രീതിയിൽ തന്നെ 2 ക്യാപ്റ്റൻസിന് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ തോഷിൻ പറയുകയാണ്, സെറാക്കി, നീ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. ബാക്കി ക്യാപ്റ്റൻസിൽ നിന്നൊക്കെ നീ ഒരുപാട് വ്യത്യസ്തനാണ്. കാരണം ഒരു ക്യാപ്റ്റൻ ആണെങ്കിൽ സംഗ്ബത്തുവിന്റെ സെക്കൻഡ് ഫോം പഠിച്ചെടുക്കണം. അതാണ് ബൻകൈ. അത് പഠിക്കാതെയാണ് നീ ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. ഒരാൾക്ക് ഒരു ക്യാപ്റ്റൻ ആകാൻ 3 വരികളുണ്ട്. ഫസ്റ്റ് വരി എന്ന് പറയുന്നത് ക്യാപ്റ്റൻസിന്റെ എക്സാം എഴുതി പാസ്സായിട്ടൊരു ക്യാപ്റ്റൻ ആകുക. സെക്കൻഡ് വരി എന്ന് പറയുന്നത് വേറൊരു ക്യാപ്റ്റൻ്റെ റെക്കമെൻഡേഷനും കൊണ്ട് ക്യാപ്റ്റൻ ആകുക. തേർഡ് വരി എന്ന് പറയുന്നത് ഏതെങ്കിലും ക്യാപ്റ്റനെ ചാലഞ്ച് ചെയ്ത് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക. അങ്ങനെ മാത്രമേ ക്യാപ്റ്റൻ ആകാൻ സാധിക്കത്തുള്ളൂ. ഞാനിപ്പോൾ ഈ പറഞ്ഞതിലെ നീ ഇതിൽ ഏതിലാണ് ചേർന്നിട്ടൊരു ക്യാപ്റ്റനായി മാറിയെന്ന് ക്യാപ്റ്റൻ തോഷിൻ സെറാക്കിനോട് ചോദിക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ സെറാക്കി സ്റ്റൈലായിട്ട് പറയുകയാണ്, എല്ലാം നിർത്തിയിട്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യും. ഇതേ സമയം തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിനാണെങ്കിൽ തൻ്റെ സംഗ്ബത്തുവിൻ്റെ സെക്കൻഡ് ഫോമായിട്ടുള്ള ബൻകൈ റിലീസ് ചെയ്യുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻ്റെ ബൻകൈ എന്ന് പറയാൻ നേരത്ത് അവിടെ എന്തോ ഒരു റൗണ്ട് പോലത്തെ സാധനം വന്നിട്ട് അവിടുത്തെ ലൈറ്റ് മൊത്തം അബ്സോർബ് ചെയ്യുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കിക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിന് മനസ്സിലാകുന്നില്ല. ലൈറ്റ് എല്ലാം ഫുള്ളി അബ്സോർബ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ക്യാപ്റ്റൻ സെറാക്കിക്ക് ഇപ്പോൾ കണ്ണൊന്നും കാണുന്നില്ല. അന്നേരം തന്നെ ക്യാപ്റ്റൻ തോഷിന് വന്നിട്ട് ക്യാപ്റ്റൻ സെറാക്കിയുടെ മണ്ടയ്ക്ക് സംഗ്ബത്ത് യൂസ് ചെയ്തൊരു വെട്ടുകയാണ്. ഇത് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ സെറാക്കിക്ക് മനസ്സിലാക്കുകയാണ് ഈ ഫൈറ്റ് വളരെയധികം ഫണ്ണായിരിക്കും. അവൻ്റെ ഫുഡ് സ്റ്റെപ്പും അനുസരിച്ച് മാത്രമേ എനിക്കിനി അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഈ ഫൈറ്റ് ഞാൻ വേഗം തന്നെ തീർത്തു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോഷിനാണെങ്കിൽ സെറാക്കിനെ ആക്രമിക്കാൻ വേണ്ടി സംഗ്ബത്ത് വെച്ച് കുതിക്കുകയാണ്. എന്നാൽ ഈ തവണ ക്യാപ്റ്റൻ സെറാക്കി അതങ്ങ് ഡോഡ്ജ് ചെയ്യുകയാണ്. ക്യാപ്റ്റൻ തോഷിൻ്റെ ആക്രമം വെട്ടം പോലും ഇല്ലാതെ ക്യാപ്റ്റൻ സെറാക്കി ഡോഡ്ജ് ചെയ്തത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിൻ അങ്ങ് ഞെട്ടുകയാണ്. ഇവൻ എങ്ങനെയാണ് ഡോഡ്ജ് ചെയ്യുന്നത് വിചാരിച്ച് ക്യാപ്റ്റൻ സെറാക്കി തോഷിനുള്ളത് എന്തോ ഒരു ബാരിയർ പോലത്തെ ഒരു സംഭവത്തിലാണ്. അതിന്റെ വെളിയിലാണെങ്കിൽ ലൂട്ടനന്റ് തമ്മിൽ ഫൈറ്റിലാണ്. ആണെങ്കിൽ അപ്പുറത്ത് നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൂട്ടനന്റിനോട് പറയുകയാണ്, ഒരു കാരണവശാലും പേടിക്കേണ്ട, ഈ ഫൈറ്റ് ഉടനെ തന്നെ അവസാനിക്കും. കാരണം എൻ്റെ ക്യാപ്റ്റൻ ഒരുപാടധികം പവർഫുൾ ആണ്. അതുമാത്രമല്ല ഇപ്പം തന്നെ ഈ ഫൈറ്റ് അവസാനിക്കും. നിൻ്റെ ക്യാപ്റ്റൻ ഇപ്പം മഴിച്ച് കാണും. ഇത് കേട്ടിട്ട് അവനങ്ങ് ഞെട്ടുകയാണ്. ഹേയ്, ഞങ്ങളുടെ 11th സ്ക്വാഡിന് ഒരു വലിയ വ്യത്യാസമുണ്ട്.
ഞങ്ങൾ നിങ്ങളെ പോലെ സമ്പത്ത് യൂസ് ചെയ്തും അതുപോലെ അതിൻ്റെ അതിലെ സ്പെഷ്യൽ ടെക്നിക്സ് ബൻകായ് ഒക്കെ യൂസ് ചെയ്താണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളുടെ ഫിസിക്കൽ പവർ യൂസ് ചെയ്താണ്. അത് ഞങ്ങളുടെ ഒരു റൂള് പോലാണ്. ഞങ്ങൾ സമ്പത്തു ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഞങ്ങളുടെ ഫിസിക്കൽ പവർ യൂസ് ചെയ്താണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ക്യാപ്റ്റനും തൻ്റെ സമ്പത്തുവിൻ്റെ സ്പെഷ്യൽ ടെക്നിക്ക് ഒന്നും യൂസ് ചെയ്യാറില്ല. അങ്ങേരുടെ ഫിസിക്കൽ പവർ യൂസ് ചെയ്താണ് ഫൈറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സ്പിരിച്വൽ എനർജി അവിടെ വെച്ച് റിലീസ് ചെയ്യുകയാണ്. സോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻസ് തമ്മിലുള്ള ഫൈറ്റ് ആണ്. സെറാക്കിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയാണ്. സോ ഈ സ്പിയറിൻ്റെ അകത്തിലാണെങ്കിൽ സെൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാടധികം പാടാണ്. സോ ഇതേ സമയം തന്നെ ക്യാപ്റ്റൻ തോഷിൻ സെറാക്കിനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. എന്നാൽ നമ്മുടെ സെറാക്കി സ്പീഡ് യൂസ് ചെയ്തിട്ട് ക്യാപ്റ്റൻ തോഷിനെ ഓവർകം ചെയ്തിട്ട് ആ അറ്റാക്ക് ഡോഡ്ജ് ചെയ്യുകയാണ്. ബ്ലാക്ക് സ്പിയറിൻ്റെ അകത്തിലായതുകൊണ്ട് തന്നെയാൽ ക്യാപ്റ്റൻ സെറാക്കിക്ക് ക്യാപ്റ്റൻ തോഷിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. സെറാക്കി ക്യാപ്റ്റൻ തോഷിനെ സെൻസ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ സെറാക്കിക്ക് അത് പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെയായിരുന്നു ഒരു സമ്പത്തു ക്യാപ്റ്റൻ സെറാക്കിയുടെ നെഞ്ചത്തൂടെ കയറുന്നത്. ആരാടാ അതെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് കാണുന്നത് അത് വേറെ ആരുമല്ല, ക്യാപ്റ്റൻ തോഷിനായിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ തോഷിൻ കുത്തുന്നത് കണ്ടുകൊണ്ട് ഒരു ചിരിച്ചിട്ട് തൻ്റെ സമ്പത്തും എടുത്തിട്ട് ക്യാപ്റ്റൻ തോഷിന് നേരെ വെട്ടുകയാണ്. അങ്ങനെ ആ ബ്ലാക്ക് സ്പിയർ അവിടെ വെച്ച് ഇല്ലാതായി പോവുകയാണ്. സോ അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കി വേഴ്സസ് തോഷിൻ്റെ ഫൈറ്റിൽ ജയിക്കുന്നത് നമ്മുടെ സെറാക്കിയാണ്. സെറാക്കി വെളിയിൽ വന്നുടനെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ കുമമുറോൻ്റെ മാസ്ക് അങ്ങ് അടിച്ച് പൊളിക്കുകയാണ്. ആ ഫേസ് നോക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത് അതൊരു ഹ്യൂമൻ ഒന്നുമല്ല, ഒരു ഹ്യൂമൻ ഫോക്സ് ആയിരുന്നു. നമ്മുടെ കുമമുറോൻ്റെ ഫേസ് കണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ സെറാക്കി ആണെങ്കിൽ അവനെ കളിയാക്കുകയാണ്. നീ ഒരു ബീസ്റ്റ് ആയിരുന്നു, ഇത് നേരത്തെ പറയണ്ടായിരുന്നോ? ഈ ഫൈറ്റ് അത്രയ്ക്ക് ഫണ്ണൊന്നും അല്ലായിരിക്കും. ബൻകായ് ക്യാപ്റ്റൻ കുമമുറോ ആണെങ്കിൽ തൻ്റെ ബൻകായ് ഫോം അവിടെ വെച്ച് റിലീസ് ചെയ്യുകയാണ്. കുമമുറോൻ്റെ ബൻകായ് ഫോം എന്ന് പറയുന്നത് ഒരു വലിയ സമുറായി ആണ്, ഒരു ജയന്റിന്റെ നീളമുള്ള ഒരു സമുറായി. നമ്മുടെ കുമമുറോന്റെ ബൻകായ് ഫോമും അതുപോലെ തന്നെ സമുറായിനെ കണ്ടിട്ട് തന്നെ ക്യാപ്റ്റൻ സെറാക്കി പറയുകയാണ് ഈ ഫൈറ്റ് നേരത്തെയുള്ള ഫൈറ്റ് പോലെ അല്ലായിരിക്കും, ഇത് ഫണ്ണ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. ബ്ലീച്ച് പറഞ്ഞ ജാപ്പനീസ് ആനിമേ TV സീരീസിന്റെ സീസൺ 3 53ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്ന് പറഞ്ഞ സീരീസ് ഇപ്പോൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. സോ നമ്മുടെ റൂക്കിയുടെ സംഭവം ഒരു സ്ഥലത്തൂടെ നടക്കുന്നു, അതുപോലെ തന്നെ ഈ ഫൈറ്റ് വേറൊരു സ്ഥലത്തൂടെ നടക്കുന്നു. സോ റൂക്കിയെ അവർ എക്സിക്യൂട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് നിങ്ങൾ കാത്തിരുന്ന് തന്നെ കാണുക. ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ആനിമി യൂട്യൂബറാണ്. സോ നിങ്ങൾ മാക്സിമം നമ്മളെ ഒന്ന് ഓവർ റേറ്റഡ് ആക്കി തരിക. സോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, വേണോ വേണ്ട എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് അങ്ങനെയാണെങ്കിൽ ആനിമി ന്യൂസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതുവഴി ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നിങ്ങൾ വേണോ വേണ്ടായോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. സോ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൻകായ്.